ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കല്യാണ പുടവ എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ചേട്ടൻ സ്കൂട്ടറിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഓട്ടിക്കാം. അങ്ങനെ നമ്മൾ ആറ്റിങ്ങൽ വെറ്റ്ലാൻഡിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി ഞാനും ചേട്ടനും കൂടി ഒരു ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കല്യാണിലൊക്കെ നോക്കി അങ്ങനെ വെറ്റ്ലാൻഡിൽ വന്നപ്പോൾ നമുക്ക് 2 സാരി ഇഷ്ടപ്പെട്ടു. അതിൽ ഒരെണ്ണം നമ്മൾ അഡ്വാൻസ് ചെയ്ത് വെച്ചു. പക്ഷേ അഡ്വാൻസ് ചെയ്ത സാരിയല്ല നമ്മളിപ്പോൾ എടുത്തത്. ആ രണ്ടാമത് ഇഷ്ടപ്പെട്ട സാരിയാണ് എടുത്തത്. കാരണം ഇന്ന് വെച്ച് നോക്കിയപ്പോൾ, അതായത് നമ്മൾ ഇന്ന് എടുക്കാൻ പോയ സമയത്ത് വെച്ച് നോക്കിയപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്കും ചേട്ടനും തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും വലിയ താല്പര്യമൊന്നും ആ സാരിയോട് തോന്നിയില്ല. അപ്പോൾ കുറച്ച് സാരിയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ. എനിക്ക് നേരത്തെ ഉള്ളൊരിതായിരുന്നു കല്യാണത്തിന് റെഡ് വേണ്ട എന്നുള്ളത്. റെഡ് ഓഫ് കോഴ്സ് നമ്മൾ കല്യാണത്തിൽ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കും, പക്ഷേ എല്ലാവരും ഇപ്പോൾ ബ്രൈറ്റ്സ് യൂണിഫോം പോലെ റെഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് റെഡ് വേണ്ടാന്ന് എൻ്റെ തീരുമാനമായിരുന്നു. അപ്പോൾ ഈ ചേച്ചി എന്നോട് പറയുന്ന ചേച്ചിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ട്. എനിക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ പല പെൺകുട്ടികളും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന സാരി എടുക്കാറില്ല. പക്ഷെ ഞാനാണെങ്കിൽ എനിക്കും ചേട്ടനും ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് ഏറ്റവും എടുത്തത്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം ഞാൻ വലുതായിട്ടങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ സാരിയൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ സാരി എടുത്തു കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. സാരി പർച്ചേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവച്ചിട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അമ്മ ഓടി വരുന്നത്. നമ്മൾ 2 കാറിലാണ് കേട്ടോ വന്നത്. അതിലൊരു കാറിലുള്ളവരെല്ലാം കല്യാണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു മാമിക്ക് സാരി മേടിക്കാൻ. അപ്പോഴത്തേക്കും അമ്മ ഈ കളിപ്പാട്ടം മേടിക്കാനായിട്ട് അവിടെ നിൽക്കുന്നവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അമ്മ ഓടി പുറകെ വന്ന് ഞങ്ങളുടെ കൂടെ. പിന്നെ നമ്മൾ കുറച്ച് നേരം കല്യാണിലോട്ട് വന്നിട്ട് നമ്മൾ രണ്ടുപേരും കയറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെറ്റ്ലാൻഡിൽ നമുക്ക് എന്താ ഗിഫ്റ്റ് തന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്രാന്തത്തിൽ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ജാർ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. അതെ, ഗ്ലാസ് ജാറാണ്. അങ്ങനെ അതെടുത്ത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പുറത്തിങ്ങനെ കമ്മലൊക്കെ വിൽക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊരു കമ്മൽ മേടിച്ച് തരാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടനോട് തന്നെ ഒരു കമ്മൽ എനിക്ക് സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേട്ടൻ എനിക്കൊരു കമ്മൽ മേടിച്ചു തന്നു. വേണ്ടേ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കമ്മൽ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു. കാരണം നമുക്ക് മനസ്സിന് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സാരി എനിക്ക് കിട്ടി. ഏതോ ഒരു വ്ളോഗിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, കല്യാണ സാരി എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. സത്യമാണ് കേട്ടോ. ആ സാരി എന്നെ സെലക്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം.